ഭാരതത്തിന്റെ ആകാശത്ത് നിന്ന് വിരിഞ്ഞത് വെറുമൊരു പുലരിയല്ല, മറിച്ച് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ വിശ്വരൂപം വെളിപ്പെട്ട നിമിഷമാണ്. ഇന്ത്യയിലെ കർത്തവ്യ പഥിൽ ഇന്ന് നടന്നത് വെറുമൊരു പരേഡല്ല. ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന സൂര്യാസ്ത്രയുടെയും മിന്നൽ വേഗത്തിൽ ആഞ്ഞടിക്കുന്ന ഭൈരവ് കമാൻഡോകളുടെയും പോർവിളിയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന മറുപടിക്ക് ശേഷം ആഗോള സൈനിക ശക്തികളിൽ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്ന ഈ സംഭവം തെളിയിച്ചു കഴിഞ്ഞു. എന്താണ് സൂര്യാസ്ത്ര? എന്താണ് ഭൈരവ ബറ്റാലിയന്റെ രഹസ്യം? പരിശോധിക്കാം. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ശക്തമായ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ആ പോരാട്ടത്തിന് ശേഷം ഇന്ത്യയുടെ പ്രതിരോധ മേഖല എത്രത്തോളം ആധുനികവൽക്കരിക്കപ്പെട്ടു എന്ന് ലോകം ഉറ്റുനോക്കുകയായിരുന്നു. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും അന്റോണിയോ കോസ്റ്റയും സാക്ഷ്യം വഹിച്ച ഈ പരേഡ് ആത്മനിർഭർ ഭാരത് വെറുമൊരു മുദ്രാവാക്യമല്ല എന്ന് തെളിയിച്ചു. ഇന്നത്തെ പരേഡിലെ യഥാർത്ഥ സൂപ്പർ താരം സൂര്യാസ്ത്ര ലോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമാണ്. എന്താണ് ഇതിന്റെ ഇത്ര അപകടകാരിയാക്കുന്നത്? 300 കിലോമീറ്റർ അകലെയുള്ള ശത്രു കേന്ദ്രത്തെ പോലും നിഷ്പ്രഭമാക്കാൻ ഇതിന് സാധിക്കും. ഏത് തരത്തിലുള്ള റോക്കറ്റുകളും ഒരേ ലോഞ്ചറിൽ നിന്ന് വിക്ഷേപിക്കാം. ഈ ആധുനിക സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ പ്രത്യേകത. പുനെ ആസ്ഥാനമായ NIBE ലിമിറ്റഡും ഇസ്രയേലിലെ എൽബിറ്റ് സിസ്റ്റംസും സംയുക്തമായി വികസിപ്പിച്ച ഈ ആയുധം ഇന്ത്യയുടെ തദ്ദേശ നിർമ്മാണ മികവിന്റെ അടയാളമാണ്. യുദ്ധഭൂമിയിൽ നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥാനം മാറാനും ആഞ്ഞടിക്കാനും കഴിയുന്ന സൂര്യാസ്ത്ര ശത്രുക്കളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിക്കാൻ ശേഷിയുള്ളതാണ്. അദൃശ്യമായ വേട്ടക്കാരനാണ് ഭൈരവ് ബറ്റാലിയൻ. സാധാരണ സൈനികർക്കും സ്പെഷ്യൽ ഫോഴ്സിനും ഇടയിൽ ഇന്ത്യ രൂപീകരിച്ച പുതിയ ഹൈബ്രിഡ് കരുത്താണ് ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ. 800 പേരുള്ള സാധാരണ ബറ്റാലിയന് പകരം വെറും 250 പേർ മാത്രം അടങ്ങുന്ന ഈ യൂണിറ്റ് മിന്നൽ വേഗത്തിൽ നീങ്ങാൻ പ്രാപ്തരാണ്. ഈ ബറ്റാലിയനിലെ ഓരോ സൈനികനും ഒരു ഡ്രോൺ വിദഗ്ധനാണ്. ആകാശത്ത് നിന്ന് നിരീക്ഷിക്കാനും കരയിൽ നിന്ന് AK-203 റൈഫിളുകളും ജാവലിൻ മിസൈലുകളും ഉപയോഗിച്ച് ശത്രുവിനെ തകർക്കാനും ഇവർക്ക് നിമിഷങ്ങൾ മാത്രം മതി. അതിർത്തി കടന്നുള്ള ശസ്ത്രക്രിയകൾക്ക് ഇന്ത്യയുടെ പുതിയ കുന്തമുനയാകും ഈ ഭൈരവ് യൂണിറ്റുകൾ. ആയുധശേഖരത്തിന്റെ പ്രദർശനം സൂര്യാസ്ത്രയ്ക്കും ഭൈരവനും പുറമെ ഇന്ത്യയുടെ വജ്രായുധങ്ങളായ ബ്രഹ്മോസ് മിസൈലുകൾ, ആകാശ് മിസൈൽ സിസ്റ്റം, ഭീമൻ അർജുൻ ടാങ്കുകൾ, ധനുഷ് ആർട്ടിലറി ഗണ്ണുകൾ എന്നിവ കർത്തവ്യപഥിൽ കുതിച്ചു നീങ്ങിയപ്പോൾ അത് ശത്രുക്കൾക്കുള്ള വ്യക്തമായ താക്കീതായിരുന്നു. വന്ദേമാതരത്തിന്റെ 150 വർഷങ്ങൾ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച പരേഡിൽ ഇന്ത്യയുടെ സംസ്കാരവും കരുത്തും ഒരുപോലെ സമ്മേളിച്ചു. 17 സംസ്ഥാനങ്ങളിലെ ടാബ്ലോകളും 18 മാർച്ചിംഗ് ടീമുകളും അണിനിരുന്ന ഈ പരേഡ് ഇന്ത്യയിൽ സൂപ്പർ പവറായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ വിളംബരമാണ്. സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ആയുധങ്ങളുമായി സ്വന്തം മണ്ണിൽ നിന്ന് ലോകത്തെ നയിക്കാൻ ഇന്ത്യ തയ്യാറായി കഴിഞ്ഞു. ഭാരതത്തിന്റെ ഈ പുതിയ കരുത്തിനെ കുറിച്ചപ്പോൾ നിങ്ങൾ എന്ത് കരുതുന്നു? സൂര്യാസ്ത്ര ഇന്ത്യയുടെ പ്രതിരോധത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.